പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. ചർച്ചകൾ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഭയക്കുകയാണെന്ന് ബിജെപി. രാഹുൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കളെ വിമർശിച്ച് സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ നേതാക്കൾ സഭയുടെയും ജനാധിപത്യത്തിന്റെയും മര്യാദകൾ പാലിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇനി പാർലമെന്റ് സമ്മേളനം ആകെ 9 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത്രയും ദിവസം ഒരു ദിവസം പോലും സഭാ സമ്മേളനം ശരിയാവണ്ണം നടത്തിക്കൊണ്ടുപോകാൻ പ്രതിപക്ഷം അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സ്പീക്കർ ഇങ്ങനെയൊരു നിലപാട് എടുക്കേണ്ടി വന്നതെന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ നീലിമ, നവംബർ 25-നാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിച്ചത്. ശീതകാല സമ്മേളനം ആരംഭിച്ച ദിവസം മുതൽ എല്ലാ ദിവസങ്ങളിലും പ്രതിപക്ഷ ബഹളം കാരണം സഭാ നടപടികൾ തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ഈ ഓരോ ദിവസത്തെ സഭാ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോഴും മനസ്സിലാക്കുന്നത്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തി. യാതൊരു തരത്തിലുമുള്ള ചർച്ചകൾ നടക്കാനോ പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാക്കാനോ അനുവദിക്കാതെ ക്രിയാത്മകമായ ചർച്ചകൾ നടക്കേണ്ട രാജ്യത്തിന്റെ പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ സ്വീകരിച്ചത്. അതിൽ രൂക്ഷമായ വിമർശനമാണ് ഇന്ന് സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ ഉന്നയിച്ചിട്ടുള്ളത് രാജ്യത്തെ പാർലമെന്റിന്റെയും ഒപ്പം ജനാധിപത്യ സംവിധാനങ്ങളുടെയും മര്യാദ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അനാവശ്യമായ ബഹളങ്ങൾ, പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രതിഷേധങ്ങൾ തുടർച്ചയായി സഭ തടസ്സപ്പെടുത്തിക്കൊണ്ടും പ്രതിപക്ഷ നേതാക്കൾ സഭയുടെ മര്യാദയും ജനാധിപത്യ രീതികളുടെ മര്യാദകളും ലംഘിക്കുകയാണെന്ന രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ സ്പീക്കർ ഓം ബിർള നടത്തിയിട്ടുള്ളത്. ക്രിയാത്മകമായ ചർച്ചകൾ നടക്കേണ്ട പാർലമെന്റ് പ്രതിപക്ഷം ബഹളത്തിൽ മുക്കുകയാണ് എന്ന രൂക്ഷമായ വിമർശനം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം ഇന്ന് രാവിലെ 11 മണിയോടുകൂടി രാജ്യസഭയും ലോക്സഭയും ആരംഭിക്കുമ്പോഴും പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയുമായിരുന്നു. ചർച്ചകളെ പ്രതിപക്ഷം ഭയക്കുകയാണ് എന്ന വിമർശനമാണ് BJP അംഗങ്ങൾ ഇതിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം. ഇതിനെതിരെ കടുത്ത നിലപാട് ലോക്സഭാ സ്പീക്കർക്ക് എടുക്കേണ്ടി വന്നു. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്.